അങ്ങനെ ശ്വേത പൊളിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ബിഗ് ബോസ് വീടിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഡയമണ്ടും കൊണ്ടാണ് ശ്വേത ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നതുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഡയമണ്ട് ആര് മോഷ്ടിക്കുന്നു അവർക്ക് ഭയങ്കര രീതിയിലുള്ള പ്രതിഫലം ഉണ്ടാകുമെന്നും ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ ആ മോഷ്ടിക്കാൻ ശ്രമിച്ചു നല്ല സെക്യൂരിറ്റി ആയിട്ട് ജിൻഡോന് ഇട്ടു. അതുകൊണ്ട് ആർക്കും മോഷ്ടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ശ്വേത മറ്റൊരു കാര്യം ഇത് മോഷ്ടിക്കണം, അതാണ് ശ്വേതയുടെ ആഗ്രഹം. എല്ലാവരും എടുത്തിട്ട് പോകണം, എന്നാലേ ഒരു ഗെയിമിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് ആഗ്രഹം ശ്വേതയുടെ. അതുകൊണ്ട് ശ്വേത അതുകൊണ്ട് നല്ലൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് അംഗങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് ആ ഡയമണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് കണ്ടുപിടിക്കാം, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അവര് അട്ടെല്ലാം ഫുഡെല്ലാം തപ്പുവാണ്, തപ്പിയിട്ടും മനസ്സിലാവുന്നേയില്ല. ഇന്ന് ഏതും അതുപോലെ തന്നെ സാബുവും കൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകാൻ പോവാണ്. അങ്ങനെ പോകുന്നതിന് മുമ്പ് സാബു ഒരു ക്ലൂ പറഞ്ഞിട്ടാട്ടോ പോണത്. ക്ലൂ ഇങ്ങനെയാണ്: നനവുള്ള സ്ഥലമാണ്, വെട്ടം അത്രയും കേറത്തില്ല എന്നൊരു ഡയലോഗ് അടിച്ചിട്ട് പോയി. അപ്പൊ എല്ലാരും ബാത്റൂം ആണോ, ബാത്റൂമിൽ വെട്ടമൊക്കെ ഉണ്ട്, നനവുണ്ട്, പക്ഷെ പിന്നെ സ്ഥല കിച്ചൺ ഏരിയ. അങ്ങനെ എല്ലാരും ഭയങ്കര രീതിയിൽ കൺഫ്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ആർക്കാണ് ആ ഭാഗ്യശാലി, ആർക്കാണ് ആ ഡയമണ്ട് കിട്ടുക എന്ന ഒരു ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ഡയമണ്ട് കിട്ടുന്ന ആൾ എന്തായാലും ലോട്ടറി അടിച്ചു എന്ന് തന്നെ പറയാട്ടോ. എനിക്ക് തോന്നുന്നു ജിൻഡോ കണ്ടുപിടിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ജിൻഡോ ആയിരിക്കില്ല മിക്കവാറും കണ്ടുപിടിക്കാൻ പോകുന്നത്. നല്ല തപ്പിപ്പരിങ്ങി നടക്കുന്ന ഒരാൾക്കായിരിക്കും അത് കൂടുതലും കണ്ടുപിടിക്കാൻ ചാൻസ്. ചിലപ്പോൾ അർജുൻ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിജോ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ്